എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഡിസൈനർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇത് കുർത്തിയിൽ നിന്ന് തന്നെ എടുത്ത അളവാണ്. ഇതിൻ്റെ ഇറക്കം 45 ഇഞ്ച്, ചെസ്റ്റ് 36 ഇഞ്ച്, വേസ്റ്റ് 30 ഇഞ്ച്, ഷോൾഡർ 13 ഇഞ്ച്, കൈയിറക്കം 16 ഇഞ്ച്, കൈ റൗണ്ട് 10 ഇഞ്ച്, ആം ഹോൾ 8 ഇഞ്ച്. ഇത് നമുക്ക് റെഡി വേണ്ടതാണ്, അതായത് അടിച്ച് കഴിഞ്ഞിട്ട് ഈ അളവ് കിട്ടണം. അപ്പോൾ കട്ടിങ് നോക്കാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 2.25 മീറ്ററാണ്, വീതി 42 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ ആദ്യം കട്ട് ചെയ്യാം. ഇത് വന്നിട്ട് എലൈൻ കുർത്തിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു സിംഗിൾ പീസ് രണ്ടായിട്ട് മടക്കിയിടുക. ശേഷം ഇവിടെ ബോട്ടം ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം വേണ്ടത് 45 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കുക, മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ 45 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഷോൾഡർ നമുക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ അങ്ങനെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 7 ഇഞ്ച് ഇതേപോലെ താഴേക്ക് വരയ്ക്കുക. ആം ഹോൾ ഡെപ്ത് 7 ഇഞ്ച് തന്നെ കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വേണ്ടത് നമുക്ക് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 9 മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് വയ്ക്കുന്നത്. അതേപോലെ നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച്. അതിനുശേഷം ഇത് റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ വരയ്ക്കുക. ആം ഹോൾ നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് അളന്ന് നോക്കാം. 8 ഇഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോഡി ഷേപ്പ് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. വേസ്റ്റ് വേണ്ടത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 7.5 മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. ഇവിടെ നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുവരേക്കും വരച്ചെടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള യോക്ക് കട്ട് ചെയ്യാം. അതായത് ഫ്രണ്ടിൽ യോക്ക് സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരയ്ക്കുക. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. ബാക്കിൽ നമ്മൾ ഷേപ്പ് വരച്ചത് 14 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞാൽ 13.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ 13.5 1 14 ഇഞ്ച് ഇവിടെ യോക്കിൽ വയ്ക്കുക. കാരണം ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് പോവും, ഇവിടെയും പോവും. ഇതേപോലെ വരയ്ക്കുക. ഇത് ഫ്രണ്ടിലേക്കുള്ള ഡിസൈൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നെക്ക് വരയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് വരയ്ക്കുക. ഇവിടെ നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം.
ഇവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്യുക, 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യുക. ഇതൊക്കെ പഴയതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ അതേപോലെ 7.5 ഇഞ്ച്, അതേപോലെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ഇവിടെ നമുക്കൊരു വി നെക്കാണ് തയ്ക്കുന്നത്. അത് അല്പം ഷേപ്പ് കൊടുക്കാം. ഇതേപോലെ ബാൻഡ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. ഈ മാർക്കിങ് ഇത് വരയ്ക്കാൻ കൊണ്ടുവരിക. അതിനാണ് നമ്മളിവിടെ 6 ഇഞ്ച് ഇട്ടത്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടുക. അതുപോലെ ഈ കഴുത്തിൻ്റെ ഇവിടെ 6 ഇഞ്ചിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ കഴുത്ത് വരിക. അപ്പോൾ ഇത് കഴുത്ത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗത്ത് വരെ ലേസ് കൊടുത്താൽ മതി. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ബോട്ടം കട്ട് ചെയ്തെടുക്കാം. ബോട്ടം നേരത്തെ പോലെ തന്നെ 1 ഇഞ്ച് ഇവിടെ ആദ്യം മാർക്ക് ചെയ്യുക, മടക്കി അടിക്കാൻ. അതിനുശേഷം ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പിൽ വരയ്ക്കുക. അതിനുശേഷം നമുക്കിതിൽ ഇറക്കം വേണ്ടത് 45 അപ്പോൾ 45 ഇഞ്ച് ഇവിടെ വയ്ക്കുക. ഇവിടെ വന്നിട്ട് 14 ഇഞ്ചിൽ നമ്മൾ യോക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടി ഇടുക. എന്നിട്ട് ഈ ബാക്ക് വെച്ചിട്ട് ഒപ്പം കട്ട് ചെയ്താൽ മതി. ഇവിടെ ഈ യോക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരെ വരയ്ക്കുക, ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടി ഇടുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതേപോലെ 4 ആക്കി മടക്കി എടുക്കുക. ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. ഇതിൻ്റെ ഇറക്കം വേണ്ടത് 16 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 16.5 മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യുക. ഇനി സ്ലീവ് റൗണ്ട് 5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്കിവിടെ തയ്യത്തുമ്പ് കുറവാണ്. ഇവിടെ അല്പം ജോയിൻ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോൾ വേണ്ടത് 8 ഇഞ്ചാണ്. ഇതേപോലെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരല്പം ഈ 2 പീസിൽ ജോയിൻ്റ് ചെയ്യണം. ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് വരയ്ക്കാം. ഇതേപോലെ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഒരു പീസ് ജോയിൻ ചെയ്യണം. ഇതേപോലെ 2 പീസ് എടുത്തിട്ട് ഇങ്ങോട്ട് 1 ഇഞ്ച് കയറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് തയ്ക്കാം. ഈ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു പൈപ്പിംഗ് കൊടുക്കാം.
ഈ ഭാഗത്ത് തയ്ക്കാൻ ഇതേപോലെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും തയ്ച്ചെടുക്കുക ഒരു 1/4 ഇഞ്ചിൽ. അതിനുശേഷം ഇതിങ്ങനെ മടക്കുക. ഇതിങ്ങനെ ഈ തയ്യെത്തുമ്പോൾ മുഴുവനും മടക്കുക. എന്നിട്ട് മുകളിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലിടുക. ഇതേപോലെ അടിച്ചെടുക്കുക. അതുപോലെ ഈ സൈഡും അടിക്കാം. ഈ കഴുത്തിൻ്റെ ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്കൊരു ലേസ് കൊടുക്കാം. ഈ ലേസാണ് ഇത് കൊടുക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം. അതേപോലെ അടിച്ചെടുക്കുക. ഇനി ഈ ഭാഗത്തും അടിക്കുക. ഇവിടെ വന്നിട്ട് ഇവിടെ ഈ കഴുത്തിൻ്റെ കുറച്ച് താഴെ ഒരു 2 ഇഞ്ച് താഴെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇത്രയ്ക്കും അടിച്ചാൽ മതി. ഇനി ഇവിടെ നമ്മൾ ഈ 6 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചേർത്ത് അടിക്കാം. ഇനി ഇവിടെ ഒന്ന് ചേർത്തടിക്കാം. ഇനി ഇതിൻ്റെ ബോട്ടം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഇതിൻ്റെ ബാക്കുമായിട്ട് ജോയിൻ്റ് ചെയ്യാം. ഒരു 1/2 ഇഞ്ചിൽ ജോയിൻ്റ് ചെയ്യാം. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള തയ്യത്തുമ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ രണ്ടായി മടക്കിയിട്ട് ഇവിടെ നിന്ന് 1/4 ഇഞ്ചിൽ തയ്ക്കുക. ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇവിടെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് അധികം വയ്ക്കണം. അതിനുശേഷം ഇതിങ്ങനെ മടക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ചേർത്തിട്ട് ഒരു തയ്യലിടുക. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. സ്ലീവിൽ ഇതേപോലെ ജോയിൻ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല, അത് കട്ട് ചെയ്യാം. 1 ഇഞ്ച് മൗത്ത് തയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മടക്കി അടിക്കാം ഒരു 1/2 ഇഞ്ച് വീതിയിൽ. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ സ്ലീവിൻ്റെ മൗത്ത് തയ്ച്ചെടുക്കുക. അതിന് ശേഷം ഈ ലേസ് ഈ സ്ലീവിൻ്റെ റൗണ്ടിൽ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ലേസ് ആകെ വേണ്ടത് 1.5 മീറ്ററാണ്. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ബോഡിയിൽ 1.5 ഇഞ്ചാണ് തയ്യത്തും പെട്ടിരിക്കുന്നത്. അതിൽ ഇതേപോലെ ഒരു അടയാളം ഇടുക. അതിനുശേഷം ഈ സ്ലീവ് ഒന്ന് വെച്ച് നോക്കാം. ഇവിടെ ഫ്രണ്ടിൽ ലേശം കുറവ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുക. അതുപോലെ ഇവിടെയും കട്ട് ചെയ്യാം. ഇനി ഇത് സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം. അതുപോലെ ഈ സൈഡിൽ നിന്ന് തന്നെ ഇത് അറ്റാച്ച് ചെയ്യാം. ഇനി ഒരു തൈലും കൂടി ഇടാം.
ഇനി ഇതേപോലെ അടുത്ത സ്ലീവും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സ്ലീവ് റൗണ്ട് 5 ഇഞ്ചാണ്. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം 1.5 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുവരേക്ക് 1.5 ഇഞ്ചിൽ തന്നെ തയ്ക്കുക. അതിന് ശേഷം ഇങ്ങനെ വീതി കുറച്ച് കൊണ്ടുവന്നിട്ട് ബോട്ടം ആകുമ്പോൾ ഒരു 1/2 ഇഞ്ച് മതി. ഇനി അടുത്ത സൈഡും അടിക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും അടിച്ചിട്ടുണ്ട്. സൈഡിൽ വന്നിട്ട് 2 തയ്യലിടാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ബോട്ടം അടിക്കുക. ബോട്ടം ഒരു 1/4 ഇഞ്ച് വീതി മതി. ഇപ്പോൾ നമ്മൾ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചാൽ മതി. കാരണം ഇത് കോട്ടൺ ആയതുകൊണ്ട് കഴുകുമ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ ബോട്ടം അടിച്ചെടുക്കുക. അതിനുശേഷം അത് അടിമറിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.